എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ പ്രിലിമിനറി എക്സാമിനേഷന് 10ാം ക്ലാസ് ലെവലിൽ ചോദിക്കുന്ന സിലബസിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ. ഈ മൗലിക അവകാശങ്ങളിലെ ഓരോ പോയിന്റ്സും വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് എല്ലാ പോയിന്റ്സും ഇന്നത്തെ ഒരൊറ്റ ക്ലാസ് കൊണ്ട് തന്നെ ഡിസ്കസ് ചെയ്ത് തീർക്കണം. ഒരു പോയിന്റ് പോലും കളയരുത്. വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് മൗലികാവകാശം. ലോകത്തിലെ ആദ്യത്തെ മൗലികാവകാശം വന്നത് മാഗ്ന കാർട്ടയിലൂടെയാണ്. അതായത് മാഗ്ന കാർട്ട ഉറപ്പ് നൽകുന്നത് മൗലികാവകാശ സംരക്ഷണമാണ്. അപ്പോൾ മൗലികാവകാശ സംരക്ഷണം ഉറപ്പ് നൽകുന്ന ആദ്യത്തെ പ്രാമാണിക രേഖ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മാഗ്ന കാർട്ടയാണ്. 1215 റണ്ണിമേഡിൽ വെച്ച് ജോൺ രണ്ടാമൻ ഒപ്പുവെച്ചതാണ് മാഗ്ന കാർട്ട. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള മൗലിക അവകാശത്തിനെ വിളിക്കുന്നത് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നാണ്. അപ്പോൾ എക്സാമിന് ചോദിക്കും ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഭരണഘടന ഭരണഘടന ഭാഗം ഏത്? മൗലിക അവകാശങ്ങളാണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ലെന്നറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ലെന്നറിയപ്പെടുന്നത് ഏതാണ്? മൗലിക അവകാശങ്ങളാണ്. ഇതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ വന്ന് നമുക്ക് ഡൗട്ട് അടുപ്പിക്കും. ഇന്ത്യൻ പാർലമെന്റിന്റെ ആണിക്കല്ല് ഏതെന്ന് ചോദിക്കും. ഇന്ത്യൻ പാർലമെന്റിന്റെ ആണിക്കല്ല് ചോദിക്കുകയാണെങ്കിൽ അത് പ്രധാനമന്ത്രിയാണ്. അവിടെ തിരിഞ്ഞു പോകരുത്. ഇവിടെ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് ചോദിക്കുകയാണെങ്കിൽ അത് ആരാണ്? നമ്മുടെ മൗലിക അവകാശങ്ങളാണ്. ഇനി മൗലിക അവകാശങ്ങളുടെ ശില്പി അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ എക്സാമിന് ചോദിക്കും ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് ആര്, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരെന്ന് ചോദിക്കാം. ആൻസർ ഏതാണ്? ആൻസർ എന്താണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ ഇങ്ങനെ ശില്പി എന്ന് വിളിക്കാനുള്ള കാരണം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റി ആയിരുന്നു മൗലികാവകാശ ന്യൂനപക്ഷ കമ്മിറ്റി. ഈ മൗലികാവകാശ ന്യൂനപക്ഷ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ന്യൂനപക്ഷ മൗലികാവകാശ കമ്മിറ്റി ചെയർമാൻ ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻസർ സർദാർ വല്ലഭായ് പട്ടേലാണ്. അവിടെ പഠിച്ചിരിക്കേണ്ട മറ്റൊരു പോയിന്റാണ് മൗലികാവകാശ സബ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? മൗലികാവകാശ സബ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? JB കൃപലാനി ആയിരുന്നു. JB കൃപലാനി. അടുത്തത് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. കാരണം നമുക്ക് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന മൗലികാവകാശത്തിന് എന്തെങ്കിലും പ്രശ്നം നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നമുക്ക് സംരക്ഷണം ഉറപ്പാക്കി തിരിച്ചു നൽകുന്നതാണ് ആര്? സുപ്രീം കോടതി. സോ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. 1931 കറാച്ചി ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് മൗലികാവകാശത്തിനെ പറ്റിയിട്ട് ഒരു പ്രമേയം പാസ്സാക്കിയത്. ഓക്കെ, അപ്പോൾ ഈ പ്രമേയത്തിന്റെ കരട് രൂപം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. ഈ പ്രമേയം അവതരിപ്പിച്ചതും ജവഹർലാൽ നെഹ്റു ആണ്. ഒരുവിധമുള്ള പ്രമേയങ്ങളെല്ലാം അവതരിപ്പിക്കുന്നത് ആരാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ 1931 വർഷം പ്രധാനപ്പെട്ടതാണ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം 1931 നടന്നത് എവിടെ വെച്ചാണ്? കറാച്ചിയിൽ വെച്ചിട്ട്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നതും നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലാണ്. ദെൻ ഇവിടെ മൗലികാവകാശത്തിനെ പറ്റിയിട്ടൊരു പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹം സ്വയം എഴുതി തയ്യാറാക്കിയ മൗലിക അവകാശ പ്രമേയമാണ് അവിടെ അവതരിപ്പിച്ചത്. വർഷം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 1931 കറാച്ചി സമ്മേളനത്തിന് അവിടുത്തെ അധ്യക്ഷൻ ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. അവിടെ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹം സ്വന്തമായിട്ടാണ് എഴുതി അവതരിപ്പിച്ചത്. ഓക്കെ, ഇനി മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രസ്താവിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏതെന്ന് ചോദിക്കാം. 1927 മദ്രാസ് ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയത്. എന്താണ്? മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന
എന്ന പ്രസ്താവന. ഏത് സമ്മേളനം? 1927 മദ്രാസ് സെഷനിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഇന്ത്യൻ ഭരണഘടനയെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മൗലികാവകാശമാണ്. ദെൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? BR അംബേദ്കർ ആണ്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ മൗലികാവകാശ ന്യൂനപക്ഷ കമ്മിറ്റി ചെയർമാനായിരുന്നു. മൗലികാവകാശ സബ് കമ്മിറ്റി ചെയർമാനായിരുന്നത് JB കൃപലാനിയാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. 1931 നടന്ന ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനം എവിടെയായിരുന്നു സ്ഥലം? കറാച്ചിയിൽ. സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. നെഹ്റു മൗലികാവകാശത്തെ പറ്റിയിട്ട് ഒരു കരട് രേഖ സമർപ്പിച്ചു. മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനമെന്ന് പ്രസ്താവിച്ച INC സമ്മേളനം 1927 മദ്രാസ് സമ്മേളനമാണ്. 1927 മദ്രാസ് സമ്മേളനമാണ്. ഓക്കെ, അപ്പോൾ മൗലികാവകാശം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് USA നിന്നാണ്, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഭരണഘടനയുടെ ഓരോ ഭാഗങ്ങളും ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഓരോ കോൺസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നാണ്. അപ്പോൾ മൗലികാവകാശങ്ങൾ എന്ന കൺസെപ്റ്റ് കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മൗലികാവകാശങ്ങളുടെ പേര് ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ്. നമ്മുടേത് എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, അഥവാ മൗലിക അവകാശങ്ങൾ. ഓക്കെ, ദെൻ മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 3-ാം ഭാഗം എന്നുള്ളത് ഈ റോമൻ ലെറ്ററിൽ തന്നെ പഠിച്ചു വെക്കണം. കാരണം എക്സാമിന് ചിലപ്പോൾ ഓപ്ഷനിൽ വരുന്നത് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും: മൗലികാവകാശങ്ങൾ ഏത് ഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻ A 3 വരും, ദെൻ B 3 വരും. ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. സോ ഇതിനകത്ത് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഇതാണ്. കാരണം നമ്മുടെ ഭരണഘടനയുടെ ഭാഗങ്ങളെ എല്ലാം പറയുന്നത് റോമൻ ലെറ്ററിലാണ്. ഓക്കെ, അപ്പോൾ 3-ാം ഭാഗത്തിലാണ് എന്ത് പറയുന്നത്? മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്നത്. 3-ാം ഭാഗത്തിൽ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് നമ്മുടെ മൗലിക അവകാശം നമുക്ക് ഉറപ്പാക്കിക്കൊണ്ടുള്ള നിയമങ്ങൾ പറയുന്നത്. ഓക്കെ, ഈ ആർട്ടിക്കിളിന്റെ മലയാളമാണ് അനുച്ഛേദം എന്ന് ഓർമ്മിക്കുക. കാരണം ഇനി വരുന്ന എക്സാമുകളെല്ലാം മലയാളമാണ്. സോ മലയാളം പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ വേർഡ്സ് ഓർമ്മിച്ചിരിക്കുക, അനുച്ഛേദം. അപ്പോൾ അനുച്ഛേദം 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങളിൽ 3-ാം ഭാഗത്തിലാണ് മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്നത്. ഓക്കെ, ദെൻ മൗലിക അവകാശങ്ങളുടെ മൊത്തം എണ്ണം എത്ര എന്ന് ചോദിക്കുകയാണെങ്കിൽ 6. അപ്പോൾ നിലവിൽ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 6. പക്ഷേ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് എത്ര ഉണ്ടായിരുന്നു? 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് ഒരെണ്ണം പോയി. ആ ഒരെണ്ണം പോയ അവകാശമാണ് സ്വത്തവകാശം. ഓക്കെ, അപ്പോൾ സ്വത്തവകാശം അതായത് റൈറ്റ് ടു പ്രോപ്പർട്ടി. ഇപ്പോൾ സ്വത്തവകാശം എന്തല്ല? നിയമാവകാശമാണ്, മൗലികാവകാശമല്ല. പക്ഷേ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് സ്വത്തവകാശം നിയമാവകാശമായിരുന്നില്ല, പകരം മൗലിക അവകാശമായിരുന്നു. അപ്പോൾ നിലവിൽ സ്വത്തവകാശം ഒരു ഡാഷാണ്. എന്താണ്? ഒരു നിയമ അവകാശമാണ്, അല്ലെങ്കിൽ ഭരണഘടനാപരമായ അവകാശമാണ്. ഇത് എക്സാമിന് ചോദിക്കാം. എന്ത്? സ്വത്തവകാശം ഒരു ഡാഷാണ്. എന്താണ്? നിയമ അവകാശമാണ്. ഇനി ഇപ്പോൾ സ്വത്തവകാശം എങ്ങനെ പോയി എന്ന് ചോദിച്ചാൽ എന്ത്? നമ്മുടെ ഭരണഘടനയ്ക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ അവിടെ ഒരു ഭേദഗതി പാസ്സാക്കണം, അല്ലേ? ഭേദഗതി വരുത്തണം. ഇങ്ങനെ 44-ാം ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം നിയമാവകാശമായി മാറിയത്, അല്ലെങ്കിൽ സ്വത്തവകാശം മൗലികാവകാശമല്ലാതായി മാറിയത്. എത്രാം ഭേദഗതിയിലൂടെ? 44-ാം ഭേദഗതിയിലൂടെ. എത്രാമത്തെ വർഷമാണ്? 1978 44-ാമത് ഭേദഗതി നിലവിൽ വന്നത്. ഭേദഗതി കൊണ്ടുവന്നത് ആരാണ്? മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെന്റ് ആണ്. മൊറാർജി ദേശായിയുടെ ഗവൺമെന്റ് ഏതാണ്? ജനതാ ഗവൺമെന്റ് ആണ്. ആ സമയത്ത് പ്രസിഡന്റ് ആയിരുന്നത് നീലം സഞ്ജീവ റെഡ്ഡി. പ്രധാനമന്ത്രി ആരാണ്? മൊറാർജി
ദേശായി. അപ്പോൾ 1978 44-ാം ഭേദഗതിയിലൂടെയാണ് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെന്റ് എന്ത് കൊണ്ടുവന്നത്? സ്വത്തവകാശം നിയമാവകാശമാക്കി മാറ്റി ഭേദഗതി ചെയ്തത്. അപ്പോൾ ആ സമയത്തെ പ്രസിഡന്റ് മറക്കരുത്, നീലം സഞ്ജീവ റെഡ്ഡിയാണ്. ഇപ്പോ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് സ്വത്തവകാശം എന്ന് ചോദിക്കും. 300A 12ാം ഭാഗത്തിലാണ്. 12 എഴുതുന്നത് ഇങ്ങനെയാണ്, 10 ഇടുക, ദെൻ 12. അപ്പോൾ 12ാം ഭാഗത്തിലാണ് എന്തിനെ പറ്റി പറയുന്നത്? സ്വത്തവകാശത്തെ പറ്റി പറയുന്ന ഭാഗം 300A ആർട്ടിക്കിളിലാണ് പറയുന്നത്. എന്നാൽ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് സ്വത്തവകാശത്തെ പറ്റി പറഞ്ഞിരുന്ന ആർട്ടിക്കിൾ 31 അനുച്ഛേദം 31. അപ്പോൾ ഒന്നും കൂടി പറയാം. മൗലികാവകാശം എന്നുള്ള കൺസെപ്റ്റ് കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മൗലികാവകാശത്തെ പറ്റി പറയുന്നത് ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ്. അടുത്തത് 3ാം ഭാഗത്തിൽ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളുകളിലായിട്ടാണ് മൗലികാവകാശത്തെ പറ്റി പറയുന്നത്. മൗലികാവകാശങ്ങളുടെ എണ്ണം എത്ര? 6. എന്നാൽ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് മൗലികാവകാശങ്ങളുടെ എണ്ണം 7. ഇതിനകത്ത് ഒരെണ്ണം ക്യാൻസൽ ആയിപ്പോയി, അത് സ്വത്തവകാശം. സ്വത്തവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 44. ഭരണഘടനാ ഭേദഗതി 44 പുറത്തിറക്കിയ വർഷം 1978. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലെ ജനതാ ഗവൺമെന്റ് ആണ് 44ാം ഭേദഗതി ചെയ്തത്. ദെൻ നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു ആ സമയത്തെ പ്രസിഡന്റ്. 300A ആർട്ടിക്കിളിൽ 12ാം ഭാഗത്തിലായിട്ടാണ് നമ്മുടെ സ്വത്തവകാശം നിലവിൽ ഭരണഘടനയിലുള്ളത്. എന്നാൽ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 31ാമത് ആർട്ടിക്കിളിലായിരുന്നു സ്വത്തവകാശം ഉൾക്കൊണ്ടിരുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇത് അവകാശങ്ങൾ ഈ 6 ഒന്നാമത്തത് സമത്വത്തിനുള്ള അവകാശം പറയുന്ന ആർട്ടിക്കിൾസ് 14 മുതൽ 18. ഈ ആർട്ടിക്കിൾസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ പഠിച്ചു വയ്ക്കുക. നമുക്കറിയാം 12 മുതൽ 35 വരെയാണ് മൗലികാവകാശങ്ങളെ പറ്റി പറയുന്നത്. ഇതിനകത്തുള്ള 6 അവകാശങ്ങളാണിത്. ഒന്നാമത്തത് സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഈക്വാലിറ്റി പറയുന്ന ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം 19 മുതൽ 22 വരെയുള്ള ആർട്ടിക്കിളുകളിലായിട്ട് പറയുന്നു. ചൂഷണത്തിനെതിരായുള്ള അവകാശം, ചൂഷണത്തിനെതിരായുള്ള അവകാശം 23ഉം 24ഉം ആർട്ടിക്കിളുകളിലാണ് പറയുന്നത്. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അടുത്തത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയാണ്. അതായത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറയുന്ന ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. ദെൻ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് പറയുന്ന ആർട്ടിക്കിൾ 29ഉം 30ഉം ആണ്. അടുത്തത് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം. ഇതെന്താണ്? ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയാണ്. റൈറ്റ്സ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് പറയുന്ന ആർട്ടിക്കിൾ 32. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഓരോന്നും. ഇനി ഇതിനകത്തുള്ള ഓരോ ആർട്ടിക്കിൾസും എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് സമത്വത്തിനുള്ള അവകാശമാണ്. നമുക്കറിയാം 14 മുതൽ 18 വരെയാണ് റൈറ്റ്സ് ടു ഇക്വാലിറ്റി പറയുന്നത്. ഈ 14 മുതൽ 18 വരെയുള്ള അവകാശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോന്നും നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഈ ആർട്ടിക്കിൾസ് ഒന്നും തിരിഞ്ഞു പോകത്തില്ല. ഓക്കെ, അപ്പം നമ്മളെല്ലാം ഇന്ത്യൻ പൗരന്മാരാണ്. ഇന്ത്യൻ പൗരന്മാർക്ക് ഉറപ്പാക്കുന്നതാണ് മൗലികാവകാശങ്ങൾ. മൗലികാവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മളെല്ലാവരും തുല്യരാണെന്നുള്ള അവകാശം. അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നിയമത്തിന് മുന്നിൽ തുല്യരാകണം. സോ ആർട്ടിക്കിൾ 14 പറയുന്നത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യന്മാരാണ്, അല്ലെങ്കിൽ എല്ലാവരും സമന്മാരാണെന്ന് ഉറപ്പ് നൽകുന്ന ആർട്ടിക്കിളാണ്. നിയമസമത്വം ഉറപ്പ് നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 14. ഇപ്പൊ എക്സാമിന് ചോദിക്കും, അനുച്ഛേദം 14 പറയുന്നത് എന്താണ്? നിയമസമത്വമാണ്. അല്ലെങ്കിൽ നിയമം ഉറപ്പാക്കുന്ന അനുച്ഛേദം ഏത്? അനുച്ഛേദം 14. അപ്പൊ നമ്മളെല്ലാവരും നിയമത്തിന്റെ മുന്നിൽ തുല്യരായി. ഇനി എന്ത് വേണം? നമുക്ക് ഒരു വിവേചനവും കാണിക്കാൻ
പാടില്ല. എന്തൊക്കെ വിവേചനം? ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ വർണ്ണത്തിന്റെ പേരിലോ നിറത്തിന്റെ പേരിലോ, നിറം തന്നെയാണ് വർണ്ണം, ജന്മസ്ഥലത്തിന്റെ പേരിലോ ഒന്നിന്റെ പേരിലും ഒരു വിവേചനവും കാണിക്കാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ ഏതാണ് ആർട്ടിക്കിൾ പറയുന്ന ആർട്ടിക്കിൾ 15 ആണ്. വിവേചനമില്ലായ്മയായി. അപ്പൊ നമ്മൾ നിയമത്തിന്റെ മുന്നിൽ തുല്യരാക്കിയ ആർട്ടിക്കിൾ 14. ഇനി നമ്മൾ ആരും ഒരു വിവേചനവും കാണിക്കത്തില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. ഇതൊന്നൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ PSC ചോദിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന ആർട്ടിക്കിൾ ഏത്? സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. ഓക്കെ, അതിന്റെ കാരണം ചോദിച്ചാൽ പല സ്ഥലങ്ങളിലും സ്ത്രീകൾക്ക് എന്തുണ്ട്? വിവേചനമുണ്ട്. കുട്ടികൾക്കൊരു വിവേചനം നൽകാറുണ്ട്. സോ ഇങ്ങനെയുള്ള ഒരു വിവേചനങ്ങൾക്കും ഒരു പ്രസക്തിയും ഇല്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. സോ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 15 ആണ്. അടുത്തത് ആർട്ടിക്കിൾ 16. വിവേചനം ഇല്ലാതായി. ഈ ആർട്ടിക്കിൾ 16 പറയുന്നത് തൊഴിൽ സമത്വമാണ്. അതായത് പൊതു നിയമനങ്ങളിലെല്ലാം തൊഴിൽ എല്ലാവർക്കും തുല്യരാണ്. തൊഴിൽ നൽകുന്നത് എല്ലാവർക്കും തുല്യന്മാരാണ്. അതായത് തൊഴിൽ സമത്വം ഉറപ്പാക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 16. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 16. അപ്പൊ നമുക്ക് തൊഴിലും കിട്ടി. ഇനിയുള്ള പ്രശ്നമാണ് എന്ത്? തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ദൃഷ്ടിയിൽ കണ്ടാൽ എന്താണ്? ഓക്കെ, അപ്പോൾ എന്താണ് അടുത്തത് ആർട്ടിക്കിൾ 17 ആണ്. ആർട്ടിക്കിൾ 17 പറയുന്നത് അയിത്ത നിർമ്മാർജ്ജനത്തെ പറ്റിയിട്ടാണ്. എന്തിനെ പറ്റിയിട്ടാണ്? അയിത്ത നിർമ്മാർജ്ജനത്തിനെ പറ്റിയിട്ടാണ് ആർട്ടിക്കിൾ 17 പറയുന്നത്. മഹാത്മാഗാന്ധി കീ ജയ് എന്ന് വിളിച്ചുകൊണ്ട് പ്രസ്താവിച്ച അല്ലെങ്കിൽ പുറപ്പെടുവിച്ച ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17 പറയുന്നത് തൊട്ടുകൂടായ്മയും അയിത്ത നിർമ്മാർജ്ജനത്തെ പറ്റിയിട്ടുമാണ് ആർട്ടിക്കിൾ 17 പറയുന്നത്. അടുത്തതാണ് ആർട്ടിക്കിൾ 18. ബഹുമതികൾ നിരസിക്കല്. അതായത് നമുക്ക് ലഭിക്കുന്ന ബഹുമതികൾ നമുക്ക് നിരസിക്കാം. പക്ഷേ അക്കാഡമിക് ആയിട്ട് നമുക്ക് ലഭിച്ച ബഹുമതിയോ മിലിറ്ററി പരമായിട്ട് നമുക്ക് ലഭിച്ച ബഹുമതിയോ ഒഴികെ ബാക്കിയുള്ള എല്ലാ ബഹുമതികളും നിരസിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. ഇതാണ് ആർട്ടിക്കിൾ 18. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്? സമത്വത്തിനുള്ള അവകാശമാണ്. സമത്വത്തിനുള്ള അവകാശം പറയുന്ന ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. 14 പറയുന്നത് നിയമസമത്വം, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. അടുത്തത് 15 പറയുന്നത് വിവേചനം, യാതൊരു വിധത്തിലുള്ള വിവേചനവും പാടില്ല. വർണ്ണത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരോ ജന്മസ്ഥലത്തിന്റെ പേരിലോ ഒന്നും ഒരു വിവേചനവും പാടില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. പിന്നീട് പറഞ്ഞു ആർട്ടിക്കിൾ 16 നമ്മൾ എന്ത് ചെയ്യുന്നു? തൊഴിലവസര സമത്വം, അതായത് അവസര സമത്വം പൊതു നിയമനങ്ങളിലെല്ലാം ഉറപ്പാക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 16. അടുത്തത് ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനാണ്, തൊട്ടുകൂടായ്മ. മഹാത്മാഗാന്ധി കീ ജയ് എന്ന് വിളിച്ചുകൊണ്ട് പാസാക്കിയ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. അടുത്തത് ആർട്ടിക്കിൾ 18 ബഹുമതികൾ നിർത്തലാക്കലാണ്. ബഹുമതികൾ നിർത്തലാക്കൽ അല്ലെങ്കിൽ ബഹുമതികൾ നിരസിക്കൽ ഇത് അക്കാഡമിക് അല്ലെങ്കിൽ മിലിറ്ററി പരമായിട്ടുള്ള ബഹുമതികൾ നിരസിക്കാൻ പറ്റത്തില്ല. ബാക്കിയുള്ള എല്ലാ ബഹുമതികളും നമുക്ക് നിരസിക്കാനുള്ള അവകാശമുണ്ട്. ഇത് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18. ഓക്കെ, അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. റൈറ്റ് ടു ഫ്രീഡം. 19 മുതൽ 22 വരെയുള്ള ആർട്ടിക്കിളിലായിട്ടാണ് പറയുന്നത്. ആർട്ടിക്കിൾ 19 പറയുന്നത് മൗലിക സ്വാതന്ത്ര്യത്തിനെ പറ്റിയിട്ടാണ്. മൊത്തം 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നൽകുന്നത്. എത്ര മൗലിക സ്വാതന്ത്ര്യങ്ങളാണ്? 6. എത്ര മൗലിക അവകാശങ്ങളാണ്? 6. എത്ര മൗലിക സ്വാതന്ത്ര്യങ്ങളാണ്? 6. ഓക്കെ, അപ്പൊ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് നൽകുന്നത്. ഇനി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടൻ സ്വാഭാവികമായിട്ട് റദ്ദാകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19. ഭരണഘടന എപ്പോഴാണോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ എപ്പോഴാണോ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ രാഷ്ട്രപതിയുടെ ഇടപെടലില്ലാതെ തന്നെ എന്ത് ചെയ്യും? ഈ സ്വാഭാവികമായിട്ട് റദ്ദാകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടൻ രാഷ്ട്രപതിയുടെ ഇടപെടലില്ലാതെ സ്വാഭാവികമായി ഓട്ടോമാറ്റിക്കായി റദ്ദാകുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 19. ഇനി
പത്ര സ്വാതന്ത്ര്യം പരോക്ഷമായി ഉൾക്കൊള്ളുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 19A എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 19A എന്നത് പത്ര സ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്ന വകുപ്പാണ്. അപ്പോൾ പത്ര സ്വാതന്ത്ര്യം പരോക്ഷമായി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19A. എത്ര സ്വാതന്ത്ര്യമുണ്ട്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന ഒരു ഇന്ത്യൻ പൗരന് ഉറപ്പാക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഏതൊക്കെയാണെന്ന്. ഇത് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കാരണം എക്സാമിന് ഏതെങ്കിലും ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർട്ടിക്കിൾ 19 ആൻസർ എഴുതാൻ പറ്റും. അപ്പോൾ മൗലിക സ്വാതന്ത്ര്യങ്ങളെ പറ്റി പറയുന്നതും 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉറപ്പാക്കുന്നതുമായിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19. ക്ലിയർ? ഈ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ. ആർട്ടിക്കിൾ 19 പറയുന്ന ആർട്ടിക്കിൾ 19 ഉറപ്പ് നൽകുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണിത്. ഒന്നാമത്തത് അഭിപ്രായ സ്വാതന്ത്ര്യം, രണ്ടാമത് ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, മൂന്നാമത്തത് സംഘടനകൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം, അടുത്തത് സഞ്ചാര സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെ വേണോ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, അടുത്തത് ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, അടുത്തത് ഇന്ത്യയിൽ എവിടെയും മാന്യമായ ഏത് തൊഴിലെടുത്ത് ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം. ഇത്രയാണ് 6 സ്വാതന്ത്ര്യങ്ങൾ. ഇതിനകത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ വരുന്നതാണ് പത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. 19A ആർട്ടിക്കിൾ ആണെന്ന് കൂടി ഓർമ്മിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 19 പറയുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഇവയാണ്. ക്ലിയർ ആയല്ലോ? ഒന്നും കൂടെ പറയാം. അഭിപ്രായ സ്വാതന്ത്ര്യം, ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. എവിടെയെന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, മാന്യമായ ഏത് തൊഴിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഇത്രയാണ് അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ, മൗലിക സ്വാതന്ത്ര്യങ്ങൾ 6 ഉള്ളത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ആർട്ടിക്കിൾ 20 ആണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ വരുന്നതാണ് ആർട്ടിക്കിൾ 20. നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 19 മൗലിക സ്വാതന്ത്ര്യത്തിനെ ഉറപ്പാക്കുന്നു. ആർട്ടിക്കിൾ 20 പറയുന്നത് കുറ്റങ്ങൾക്ക് ശിക്ഷയെ സംബന്ധിച്ചിട്ടുള്ള സംരക്ഷണമാണ്. കുറ്റങ്ങൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ശിക്ഷയെ സംബന്ധിച്ചിട്ടുള്ള സംരക്ഷണം ഉറപ്പാക്കുന്നതാണ് ആർട്ടിക്കിൾ 20. ഇതിനകത്ത് പറയുന്നത് ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിൽ കൂടുതൽ തവണ ശിക്ഷിക്കാൻ പാടില്ല. അതായത് ഒരാളെ അടിച്ചെങ്കിൽ അതിനുള്ള ശിക്ഷ ഒരൊറ്റ തവണ കൊടുത്താൽ മതി, പിന്നീട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഏത് കേസായാലും ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒറ്റ തവണ മാത്രമേ ശിക്ഷിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20. ഇനി ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസ് ഉണ്ടാവുകയാണെങ്കിൽ ആ ക്രിമിനൽ കേസിൽ ഒരാളെ എന്ത് ചെയ്യാൻ പാടില്ല? തെളിവ് നൽകാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളും ആർട്ടിക്കിൾ 20 എന്തൊക്കെയാണ് പറയുന്നത്? ആർട്ടിക്കിൾ 20 കുറ്റങ്ങൾക്ക് ശിക്ഷ സംബന്ധിച്ച് സംരക്ഷണം ഉറപ്പാക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20. അതുപോലെ ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിൽ കൂടുതൽ തവണ ശിക്ഷിക്കാൻ പാടില്ല എന്ന് ഉറപ്പ് നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20. പിന്നെ എന്തെങ്കിലും ഒരു ക്രിമിനൽ കേസ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു വ്യക്തിയെ അതിനെതിരെ, അതായത് ആ കേസിനെതിരെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്കെതിരെ, ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ എന്ത് ചെയ്യാൻ പാടില്ല? സാക്ഷി പറയാനായിട്ട് അല്ലെങ്കിൽ തെളിവ് നൽകാനായിട്ട് പ്രേരിപ്പിക്കാൻ പാടില്ല എന്നുറപ്പാക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്തത് ആർട്ടിക്കിൾ 21 വളരെ പ്രധാനപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 21 വ്യക്തി സ്വാതന്ത്ര്യമാണ്. ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം നൽകുന്നതാണ് ആർട്ടിക്കിൾ 21. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21. ഇപ്പൊ എക്സാമിന് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആർട്ടിക്കിൾ 21 എന്നാൽ മൗലികാവകാശത്തിന്റെ അടിത്തറ എന്നറിയപ്പെടുന്നു. മൗലികാവകാശത്തിന്റെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏത്? അനുച്ഛേദം 21. എന്താണ്? ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സംരക്ഷണം ഉറപ്പാക്കുന്ന അല്ലെങ്കിൽ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21. ഇതിന്റെ ബേസ് ചെയ്തിട്ടാണ് കേരള ഹൈക്കോടതി പുകവലി എന്ന് നിരോധിച്ചത്. എവിടെ? പബ്ലിക് പ്ലേസസിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? പുകവലിക്കാൻ പാടില്ല എന്ന് കേരള ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് ഏത് ആർട്ടിക്കിളിന്റെ ബേസിലാണ്? ആർട്ടിക്കിൾ 21 ബേസിലാണ്. ഓക്കെ, അപ്പൊ ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? കേരള ഹൈക്കോടതി പുകവലി
നിരോധിച്ചത്, പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 21 പ്രകാരമാണ്. അപ്പൊ 20 ക്ലിയറായി, 21 ക്ലിയറായി. ഇനി ഈ 20നും 21നും ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? അടിയന്തരാവസ്ഥ കാലത്ത് പോലും നിർത്തലാക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ റദ്ദാക്കാൻ കഴിയാത്ത 2 ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20ഉം ആർട്ടിക്കിൾ 21ഉം. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ പഠിച്ചിരിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ്, ഈ അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങളെ റദ്ദാക്കാനുള്ള അവകാശം ആർക്കാണുള്ളത്? രാഷ്ട്രപതിക്കാണുള്ളത് അല്ലേ? ഈ രാഷ്ട്രപതി ഏത് മൗലികാവകാശങ്ങളെ റദ്ദാക്കുന്ന 2 ആർട്ടിക്കിൾ അനുസരിച്ചിട്ടാണ് ആർട്ടിക്കിൾ 352ഉം ആർട്ടിക്കിൾ 359ഉം. അപ്പോൾ രാഷ്ട്രപതിയുടെ മൗലികാവകാശങ്ങളെ നിർത്തലാക്കാൻ ഉള്ള അധികാരം നൽകുന്ന 2 ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 352ഉം 359ഉം. ഇനി രാഷ്ട്രപതിയുടെ ഇടപെടാനില്ലാതെ തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചയുടൻ ഓട്ടോമാറ്റിക്കായിട്ട് നിർത്തലാകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19. എന്നാൽ ഒരിക്കലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാലും റദ്ദാകാത്ത 2 മൗലിക അവകാശങ്ങളേ ഉള്ളൂ, അല്ലെങ്കിൽ 2 ആർട്ടിക്കിൾസ് മാത്രമേ ഉള്ളൂ. അത് ആർട്ടിക്കിൾ 20ഉം ആർട്ടിക്കിൾ 21ആണ്. ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കാം. ഈ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഇത് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം കൂട്ടിച്ചേർക്കപ്പെട്ട അവകാശങ്ങളാണ്. ഈ കൂട്ടിച്ചേർക്കപ്പെട്ട അവകാശങ്ങൾ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആർട്ടിക്കിൾസുകളെല്ലാം തന്നെ ABC ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 21 നമ്മൾ എന്താണ് പറഞ്ഞു? വ്യക്തി സ്വാതന്ത്ര്യവും ജീവനുള്ള സ്വാതന്ത്ര്യവും പറയുന്ന ആർട്ടിക്കിളാണ്. 21A കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് ഏത്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അപ്പൊ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കൂട്ടിച്ചേർക്കപ്പെട്ട വർഷം ഏതെന്ന് അറിഞ്ഞിരിക്കണം. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇത് കൂട്ടിച്ചേർത്തതെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ 2002 86ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത്. ഏത് ആർട്ടിക്കിളിലൂടെ? ആർട്ടിക്കിൾ 21A. അപ്പൊ ആർട്ടിക്കിൾ 21A റിലേറ്റഡ് ടു വിദ്യാഭ്യാസ അവകാശം. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 86ാം ഭരണഘടനാ ഭേദഗതി. 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇനി 2002 86ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത്. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ല് എന്ന് ചോദിച്ചിട്ടുണ്ട്. 93ാം ഭരണഘടനാ ഭേദഗതി ബില്ലാണ് വിദ്യാഭ്യാസ അവകാശത്തിനെ മൗലിക അവകാശമായി പ്രഖ്യാപിച്ചുകൊണ്ട് വന്നത്. 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിലവിൽ വന്നു. 93ാമത് ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. ഓക്കെ, ദെൻ ഈ ഭരണഘടനാ ഭേദഗതി ബില്ലെന്ന് വെച്ചാൽ നമ്മുടെ പാർലമെന്റിൽ പാസ്സാക്കും, ബില്ലുകൾ കൊണ്ടു ചെല്ലും. പാസ്സാക്കുന്നത് മാത്രമേ നിയമമാവത്തുള്ളൂ, ഭേദഗതി വരത്തുള്ളൂ. അപ്പോൾ 93ാമത് പാസ്സാക്കിയ ബില്ലാണ് നമ്മുടെ വിദ്യാഭ്യാസ അവകാശ ബില്ല്. ഇത് പാസ്സായപ്പോൾ അത് എത്രാമത്തെ ഭേദഗതിയായി? 86ാമത്തെ ഭേദഗതിയായി. അത് ഓർമ്മിച്ചിരിക്കാം. ദെൻ ഇതിനകത്ത് പറയുന്നത് എന്താണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് എന്ത്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തിനകത്ത് പറയുന്നത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യവുമായിട്ടുള്ള അവകാശം നൽകുക. 2002 വരെ അല്ലെങ്കിൽ ഈ ഭേദഗതി വരുത്തുന്നത് വരെ ഇത് ഭരണഘടനയുടെ ഭാഗം 4ലാണ് ഉൾക്കൊള്ളിച്ചിരുന്നത്. ഭാഗം 4 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ആർട്ടിക്കിൾ 45 അനുച്ഛേദം 45ലായിട്ടാണ് കുട്ടികളുടെ ഈ ഒരു വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തിനെ പറ്റിയിട്ട് പറഞ്ഞിരുന്നത്. ഇത് പിന്നീട് അമെൻമെന്റിലൂടെയാണ് നിർബന്ധമാക്കി വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അപ്പൊ ഈ ഒരു പോയിന്റും കൂടി ഓർമ്മിച്ചിരിക്കുക. ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് മുമ്പ് വിദ്യാഭ്യാസ അവകാശം എന്ന് പറയുന്നത് 4ാം ഭാഗത്തിലായിരുന്നു. 45ാമത് ആർട്ടിക്കിളിലാണ് പറഞ്ഞിരുന്നത്. ഇനി ഇത് മാതാപിതാക്കളുടെ മൗലിക കടമയും കൂടിയാണ്. നമുക്ക് മൗലിക കടമ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സൗജന്യ നിർബന്ധിത വിദ്യാഭ്യാസം ഉറപ്പാക്കാനുള്ള കടമ അവരുടെ മാതാപിതാക്കൾക്കാണെന്ന് പറയുന്ന ഒരു മൗലിക കടമ കൂടി നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ ഈ വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 26ലാണ്. എന്താണ്? വിദ്യാഭ്യാസ അവകാശം. ഇത് അമെൻമെന്റ് ആണ്. ഈ ആർട്ടിക്കിൾ നിലവിൽ വന്നത്. ദെൻ വിദ്യാഭ്യാസ അവകാശ നിയമം ഉണ്ടായി. ഈ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്
പാസ്സാക്കിയത് എന്നാണ്? 2009 ഓഗസ്റ്റ് 26. ഡേറ്റ് പ്രധാനപ്പെട്ടതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഓരോന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ 2009 ഓഗസ്റ്റ് 26 വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത്. ദെൻ ഇത് നിലവിൽ വന്നത് ഒരു വിഡ്ഢി ദിനത്തിന്റെ ഓർമ്മിക്കുക. വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ് വിഡ്ഢി ദിനം വന്നത്. അപ്പൊ വിഡ്ഢി ദിനം മാറ്റാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് ഏപ്രിൽ 1, 2010 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ആർട്ടിക്കിൾ 21A പറയുന്നത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഏത് ആർട്ടിക്കിളാണ്? 2002 86 ഭേദഗതിയിലൂടെ 93 ഭരണഘടനാ ഭേദഗതി ബില്ലിലൂടെയാണ് ആർട്ടിക്കിൾ 21A നിലവിൽ വന്നത്. ദെൻ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നു. 4ാമത്തെ പാർട്ടിൽ 45ാമത്തെ ആർട്ടിക്കിൾ ആയിരുന്നു ഈ ഒരു സംഭവം. മൗലിക കടമയിലും പറയുന്നുണ്ട്. വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 26. ഇത് നിയമമായിട്ട് നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. ഓക്കെ, ഇതില് ഏറ്റവും ലാസ്റ്റ് ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 22. 19 പറഞ്ഞു, 19A പറഞ്ഞു, ദെൻ 20 പറഞ്ഞു, 21, 21A പറഞ്ഞു, ലാസ്റ്റ് 22 ആർട്ടിക്കിൾ 22 പറയുന്നത് കരുതൽ തടങ്കലിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അതായത് നിയമവിധേയമല്ലാത്ത ഒരു അറസ്റ്റിനും തടങ്കലിനും എതിരെയുള്ള സംരക്ഷണം ഉറപ്പാക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 22. ആർട്ടിക്കിൾ 22 എന്താണ്? നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും അതുപോലെ തന്നെ തടങ്കലിനുമെതിരെ സംരക്ഷണം ഉറപ്പാക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 22. അതായത് കരുതൽ തടങ്കലിനെതിരെയുള്ള സംരക്ഷണം ഉറപ്പാക്കുന്നതാണ് ആർട്ടിക്കിൾ 22. ഇനി ഒരാളെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം എന്ന് ഉറപ്പാക്കുന്ന ആർട്ടിക്കിളും ആർട്ടിക്കിൾ 22. എന്താണ്? ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 22. ദെൻ ഒരു വ്യക്തിയെ വിചാരണ ഇല്ലാതെ തടങ്കിൽ വെക്കാൻ, അതായത് കരുതൽ തടങ്കലിൽ വെക്കാനുള്ള കാലാവധി എന്ന് പറയുന്നത് 3 മാസമാണ്. 3 മാസം വരെ വിചാരണ ഇല്ലാതെ ഒരു വ്യക്തിയെ തടവിൽ വെക്കാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ഇങ്ങനെ കരുതൽ തടങ്കലിലൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ പൗരനാണ് AK ഗോപാലൻ. കരുതൽ തടങ്കലിലൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ വ്യക്തി അല്ലെങ്കിൽ തടങ്കിലാക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് AK ഗോപാലൻ. അപ്പൊ എന്താണ് ആർട്ടിക്കിൾ 22 പറയുന്നത്? കരുതൽ തടങ്കലിനെ പറ്റിയിട്ടാണ്. നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനും എതിരെയുള്ള സംരക്ഷണം ഉറപ്പാക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 22. ദെൻ ഒരാളെ അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിന് മുന്നിൽ എന്ത് ചെയ്യണം? മജിസ്ട്രേറ്റിന് മുന്നിൽ കൊണ്ട് ഹാജരാക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളും ആർട്ടിക്കിൾ 22. ഒരു വ്യക്തിയെ വിചാരണ ഇല്ലാതെ എത്ര നാൾ തടവിൽ വെക്കാൻ പറ്റും? 3 മാസം വരെ തടവിൽ വെക്കാനായിട്ട് പറ്റും. ദെൻ AK ഗോപാലനാണ് കരുതൽ തടങ്കലിലാക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പൗരൻ. ഓക്കെ, അടുത്തത് ചൂഷണത്തിനെതിരായുള്ള അവകാശമാണ്. മൗലികാവകാശങ്ങളിൽ 3ാമത്തത് റൈറ്റ് അഗൈൻസ്റ്റ് ടു എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരായുള്ള അവകാശം പറയുന്ന ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾ 23 ആർട്ടിക്കിൾ 24. അതിനകത്ത് ആദ്യത്തേത് ആർട്ടിക്കിൾ 23 പറയുന്നത് അടിമത്തത്തിനെ പറ്റിയിട്ടാണ്. അതായത് മനുഷ്യന്മാരെ പറ്റി നിർബന്ധിപ്പിച്ച് പണിയെടുപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് അവരെ കടത്തുക, മനുഷ്യരെ കടത്തുക, അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യുക? അടിമകളാക്കുക. ഇങ്ങനെയുള്ളതിനെ എല്ലാം നിർത്തലാക്കിക്കൊണ്ട് അതിനെതിരെ വന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23. ആർട്ടിക്കിൾ 23 പറയുന്നത് അടിമത്തത്തിനെ പറ്റിയിട്ടാണ്. ഇടയ്ക്ക് വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അവയവദാനം അല്ലെങ്കിൽ അവയവദാനം ചെയ്യാം, അവയവ കടത്ത് നടത്താറുണ്ട്. ഇപ്പോൾ കിഡ്നിയൊക്കെ അടിച്ചു മാറ്റി വിൽക്കാറുണ്ട് ഡോക്ടർമാർ, നമ്മൾ അറിയാതെ തന്നെ. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു ഗ്യാങ് ഉണ്ട്. അപ്പോൾ ഇതിനെതിരെ അല്ലെങ്കിൽ ഇതിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 23. അപ്പോൾ മനുഷ്യക്കടത്തും അടിമത്തം ഇതിനൊക്കെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23. ഒരു തരത്തിലുള്ള ചൂഷണമാണ്. ഏത് തരത്തിലുള്ള മനുഷ്യർ റിലേറ്റ് ചെയ്തിട്ടുള്ള ചൂഷണം ഉണ്ടെങ്കിലും ആ ചൂഷണങ്ങളെല്ലാം റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23. ഇനി ആർട്ടിക്കിൾ 24 പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. എന്താണ്? ബാലവേല നിരോധനമാണ്. അപ്പൊ എക്സാമിന് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബാലവേലയെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം.
നിരോധനമാണ് ആർട്ടിക്കിൾ 24 വിഷയം. അതായത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ നിർബന്ധമായും തൊഴിലെടുക്കാനായിട്ട് പാടില്ല. തൊഴിൽ എങ്ങനെ കാശിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ അതിന് വേണ്ടിയിട്ട് നിർബന്ധിക്കാനോ ഒന്നും പാടില്ല 14 വയസ്സ് വരെയുള്ള കുട്ടികളെ. ഇതാണ് ബാലവേല നിരോധനം എന്ന ആർട്ടിക്കിളിൽ പറയുന്നത്. ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 24ലാണ്. ദെൻ ഈ ബാലവേല ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ, അതായത് കുട്ടികൾ വേല ചെയ്ത് ഉണ്ടാക്കാത്ത ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സിമ്പലാണ് അല്ലെങ്കിൽ ഒരു സിമ്പലാണ് റെഡ് മാർക്ക്. എന്താണ് റെഡ് മാർക്ക്? റെഡ് മാർക്കിന്റെ ഇപ്പോഴത്തെ പേര് ഗുഡ് വിൽ എന്നാണ്. അപ്പോൾ ബാലവേല നിരോധനത്തിന്റെ ഭാഗമായിട്ട് ബാലവേല ചെയ്തിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന അടയാളമാണ് എന്ത്? റെഡ് മാർക്ക്. റെഡ് മാർക്കിന്റെ ഇപ്പോഴത്തെ പേര് ഗുഡ് വിൽ എന്നാണ്. ഈ റെഡ് മാർക്ക് എന്ന ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ആശയത്തിന്റെ ഉപജ്ഞാതാവ് കൈലാഷ് സത്യാർത്ഥിയാണ്. 2014 നമ്മുടെ മലാല യൂസഫ്സായിയുമായിട്ട് നോബൽ പ്രൈസ് പങ്കിട്ട വ്യക്തിയാണ് കൈലാഷ് സത്യാർത്ഥി. അദ്ദേഹത്തിന്റെ ആശയമാണ് റെഡ് മാർക്ക് എന്നത്. എന്താണ്? ഉൽപ്പന്നങ്ങളിൽ ബാലവേല ചെയ്തിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങളാണെങ്കിൽ റെഡ് മാർക്ക് സിമ്പൽ കൊടുക്കുക. ഓക്കെ, അതാണ്, അല്ലെങ്കിൽ ഗുഡ് വിൽ സിമ്പൽ കൊടുക്കുക. ദെൻ ബാലവേല വിരുദ്ധ ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് ജൂൺ 12-നാണ്. ബാലവേല വിരുദ്ധ ദിനമാണ് ജൂൺ 12. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ. ആർട്ടിക്കിൾ 23 പറയുന്നത് അടിമത്തത്തിനെ പറ്റിയിട്ടാണ്. അതായത് മനുഷ്യരുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ചൂഷണങ്ങളും വരുന്നത് ഏതിലാണ്? ആർട്ടിക്കിൾ 23ലാണ്. ഇനി ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനത്തെ പറ്റി പറയുന്നു. അപ്പോൾ ബാലവേല നിരോധന വിരുദ്ധ ദിനമായി നമ്മൾ ആഘോഷിക്കുന്നത് ജൂൺ 12-നാണ്. 14 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടികളും എന്ത് ചെയ്യാൻ പാടില്ല? വേല എടുക്കാൻ പാടില്ല. എങ്കിൽ അത് ബാലവേലയാണ്. ഓക്കെ, അതാണ് ബാലവേല നിരോധനത്തിൽ പറയുന്നത് ആർട്ടിക്കിൾ 24. ദെൻ റെഡ് മാർക്ക് എന്ന സിമ്പൽ കൊടുക്കുന്നത് ബാലവേല ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക്. ഗുഡ് വിൽ എന്നാണ് ഇതിന്റെ ഇപ്പോഴത്തെ പേര്. ഈ ഒരു ആശയം കൊണ്ടുവന്നത് കൈലാഷ് സത്യാർത്ഥി. കൈലാഷ് സത്യാർത്ഥിക്കാണ് 2014 നോബൽ പ്രൈസ് ലഭിച്ചത്. ഇതങ്ങനെ അധികം PSC ചോദിച്ചു കണ്ടിട്ടില്ല. എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. കാരണം മൗലികാവകാശത്തിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകിക്കൊണ്ടുള്ള സിലബസ് ആയതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറയുന്ന ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. മൊത്തം 4 ആർട്ടിക്കിൾ. ഒന്നാമത്തത് 25ആണ്. നമ്മൾ ഇന്ത്യൻ പൗരനാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പാക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 25. ഇനി അതുമായി റിലേറ്റ് ചെയ്താണ് അടുത്ത 26ാമത്തത്. മതപരമായ കാര്യങ്ങളെ നിയന്ത്രിക്കാനും നടപ്പാക്കാനുള്ള അവകാശം ഓരോ ഇന്ത്യൻ പൗരനും ഉറപ്പാക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 26. ഓക്കെ, അടുത്തത് മതസംഘടനകളെ നികുതിയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് ഉള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 27. അപ്പം മതസംഘടനകൾക്ക് എന്തില്ല? നികുതി ഇല്ല. അപ്പം മതസംഘടനകളെ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 27. ഇനി ഏതൊരു സംസ്ഥാനം എടുത്താലും ആ സംസ്ഥാനത്തിന്റെ ഗവൺമെന്റിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരിക്കലും മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 28. അപ്പൊ എന്തൊക്കെയാണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. 25 നമുക്ക് ഏത് മതം വേണമെങ്കിലും സെലക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 25. ഇനി നമ്മൾ സെലക്ട് ചെയ്ത മതത്തിന്റെ മതപരമായ കാര്യങ്ങളിൽ ഇടപെടാനും അവ നിയന്ത്രിക്കാനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 26. മതസംഘടനകളെ നികുതിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഉള്ള അതാണ് ആർട്ടിക്കിൾ 27. സംസ്ഥാനത്തിന് കീഴിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പാടില്ല എന്ന് ഉറപ്പാക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 28. ക്ലിയർ ആയല്ലോ? നോട്ട് എഴുതി വെച്ചിട്ട് പഠിക്കാനായിട്ട് നോക്കുക. ഓക്കെ, 25, 26, 27, 28. ഓക്കെ ആയല്ലോ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശമാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശമാണ് 29ഉം 30ഉം ആർട്ടിക്കിളിൽ പറയുന്നത്. ഇതിനകത്ത് ആർട്ടിക്കിൾ 29 ന്യൂനപക്ഷ താല്പര്യം സംരക്ഷിക്കുന്ന ആർട്ടിക്കിളാണ്. അപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പാക്കുന്ന ആർട്ടിക്കിൾ ഏത്? അല്ലെങ്കിൽ ന്യൂനപക്ഷ താല്പര്യം സംരക്ഷിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 29 ഓക്കെ. ദെൻ ആർട്ടിക്കിൾ 30 പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനും
അവ നടത്താനുമുള്ള അവകാശത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസം സ്ഥാപനങ്ങൾ തുടങ്ങാനും അവ നടത്താനുമുള്ള അവകാശം നൽകുന്ന ആർട്ടിക്കിൾ 30. ആർട്ടിക്കിൾ 29 പ്രകാരം ന്യൂനപക്ഷ താല്പര്യം സംരക്ഷിക്കുന്ന അവകാശമാണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ക്ലിയർ ആയല്ലോ. വേറൊന്നുമില്ല. എന്താണ് ആർട്ടിക്കിൾ 29? ന്യൂനപക്ഷ താല്പര്യം സംരക്ഷിക്കുന്നു. ആർട്ടിക്കിൾ 30 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസം ആരംഭിക്കാനും അവ നടത്താനുമുള്ള അവകാശം നൽകുന്നു. ഇനിയാണ് ലാസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭരണഘടനാ പ്രതിനിധികൾക്കായുള്ള അവകാശം പറയുന്ന ആർട്ടിക്കിൾ 32. കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഭരണഘടനാ പ്രതിനിധികൾക്കുള്ള അവകാശം പറയുന്ന ആർട്ടിക്കിൾ 32 ആണ്. ഈ ഒരു ആർട്ടിക്കിളിനെയാണ് നമ്മുടെ BR അംബേദ്കർ, അതാരാണ് ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന BR അംബേദ്കർ എന്തെന്ന് പറഞ്ഞു? BR അംബേദ്കർ ഹൃദയവും ആത്മാവും എന്ന് വിളിച്ചത് ഈ ഒരു ആർട്ടിക്കിളിനെയാണ്. ആർട്ടിക്കിൾ 32നെയാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്. ക്ലിയർ ആയല്ലോ? ഡോക്ടർ BR അംബേദ്കർ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ 32 ആണ്. ഇവിടെ പറയുന്നത് എന്താണ്? ഭരണഘടനാ പ്രതിനിധികൾക്കുള്ള അവകാശമാണ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഓക്കെ, ദെൻ ഈ ഭരണഘടനാ പ്രതിനിധികൾക്കുള്ള അവകാശം ഉറപ്പാക്കുന്ന കോടതിയാണ് സുപ്രീം കോടതി. അതുകൊണ്ട് തന്നെയാണ് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് സുപ്രീം കോടതി അറിയപ്പെടുന്നത്. ദെൻ സുപ്രീം കോടതി മൗലിക അവകാശങ്ങൾക്കുള്ള സംരക്ഷണം ഉറപ്പാക്കുന്നത് റിട്ടുകൾ വഴിയാണ്. റിട്ടുകൾ പുറപ്പെടുവിച്ചുകൊണ്ടാണ്. ഈ റിട്ടുകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. റിട്ട് ബ്രിട്ടൻ എന്ന് ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ മൗലികാവകാശം എന്നുള്ള കൺസെപ്റ്റ് എടുത്തിരിക്കുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. എന്നാൽ റിട്ടുകൾ എന്നുള്ള കൺസെപ്റ്റ് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഓക്കെ, പ്രധാനമായിട്ടും സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടുകളുടെ എണ്ണം 5 എണ്ണമാണ്. 5 റിട്ടുകൾ പുറപ്പെടുവിക്കുന്നു. ഈ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. എക്സാമിന് ചോദിക്കും, സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ഏത് അനുച്ഛേദ പ്രകാരമാണ്? അനുച്ഛേദം 32 പ്രകാരമാണ്. എന്നാൽ ഹൈക്കോടതി എന്ന് പറയുമ്പോൾ ഓരോ സ്റ്റേറ്റിനും ഹൈക്കോടതി ഉണ്ട്. ഈ ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ഏത് അനുച്ഛേദ പ്രകാരമാണ്? അനുച്ഛേദം 226 പ്രകാരമാണ്. അപ്പോൾ ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 226 പ്രകാരവും സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരവുമാണ്. ക്ലിയർ ആയല്ലോ? ഇങ്ങനെ 5 റിട്ടുകളാണ് പ്രധാനമായിട്ടും സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നത്. അത് നമുക്ക് നോക്കാം. ഈ റിട്ടുകളെല്ലാം തന്നെ ലാറ്റിൻ ഭാഷയിലുള്ള റിട്ടുകളാണ്. ലാറ്റിൻ ഭാഷയിൽ നിന്ന് എടുത്തതാണ് ഈ റിട്ടുകളുടെ പേരുകളെല്ലാം തന്നെ. ദെൻ റിട്ടുകൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. നെക്സ്റ്റ് നമുക്ക് ഈ 5 റിട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു റിട്ടുകൾ മൊത്തം 5 എണ്ണം ഉണ്ടെന്ന്. അതിന് മൊത്തം ലാറ്റിൻ ഭാഷയിലാണുള്ളത്. ഒന്നാമത്തത് ഹേബിയസ് കോർപ്പസ്, രണ്ടാമത്തത് മാൻഡമസ്, അടുത്തത് ഏതാണ്? കോവാറന്റോ, സെർഷ്യോററി പ്രൊഹിബിഷൻ. ഇതിനകത്ത് സെർഷ്യോററി പ്രൊഹിബിഷൻ റിട്ടുകൾ കോടതികൾക്ക് മാത്രം വേണ്ടിയിട്ട് പുറപ്പെടുവിക്കുന്ന റിട്ടുകളാണ്. അല്ലെങ്കിൽ കോടതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് പുറപ്പെടുവിക്കുന്ന റിട്ടുകളാണ് സെർഷ്യോററിയും പ്രൊഹിബിഷനും. ഇതിന്റെ പേര് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ആൻസറിൽ എത്താനായിട്ട് പറ്റും. അപ്പൊ നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, അതിനകത്ത് ഒന്നാമത്തെ റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഒരുപാട് പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ളതും ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹേബിയസ് കോർപ്പസ് എന്താണ് അതിന്റെ മീനിങ്? ശരീരം ഹാജരാക്കൂ എന്നാണ്. അർത്ഥത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കും എന്താണ്. വ്യക്തി സ്വാതന്ത്ര്യ സംരക്ഷണം ഉറപ്പാക്കുന്ന റിട്ട് ഏതെന്നും ചോദിക്കാം. ഹേബിയസ് കോർപ്പസ്. നിയമവിരുദ്ധമായിട്ടോ നീതിരഹിതമായിട്ടോ ഒരാളെ എന്താണ് തടങ്കലിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അയാളെ കോടതിയിൽ മുന്നിൽ ഹാജരാക്കാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. നമുക്കറിയാം, നമ്മൾ ഈശ്വര വാര്യരുടെ കേസൊക്കെ കേട്ടിട്ടുണ്ട്. അതിലൊക്കെ പുറപ്പെടുവിച്ചത് ഏത്? ഹേബിയസ് കോർപ്പസ് ആണ്. പിന്നെ ഈ മാൻ മിസ്സിങ് വരുന്ന സമയത്ത്, അതുപോലെ തന്നെ ഈ കുട്ടികളെ കാണാതാവത്തില്ലേ, പെൺകുട്ടികളൊക്കെ കാണാതാവും. ഈ സാഹചര്യത്തിലൊക്കെ പുറപ്പെടുവിക്കുന്നത് ഹേബിയസ് കോർപ്പസ് ആണ്. അപ്പോൾ ആരെങ്കിലും തടഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അയാൾക്കെതിരെ നമുക്ക് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ,
ഓക്കെ, അപ്പോൾ ഹേബിയസ് കോർപ്പസിന്റെ മീനിങ് എന്താണ്? ശരീരം ഹാജരാക്കൂ എന്നാണ്. അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? നീതിരഹിതമായിട്ടോ നിയമവിരുദ്ധമായിട്ടോ ഒരാളെ തടങ്കലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏത്? ഹേബിയസ് കോർപ്പസ്. ശരീരം ഹാജരാക്കൂ എന്നുള്ളതിൽ നിന്ന് തന്നെ നമുക്കത് പഠിക്കാൻ പറ്റും. അതെന്താണ്? വ്യക്തി സ്വാതന്ത്ര്യ സംരക്ഷണം ഉറപ്പാക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യ സംരക്ഷണം ഉറപ്പാക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അടുത്തതാണ് മാൻഡമസ്. മാൻഡമസിന്റെ മീനിങ് എന്താണ്? നോം കൽപ്പിക്കുന്നു. ഓക്കെ, എന്താണ്? നാം കൽപ്പിക്കുന്നു എന്നാണ്. എന്താണ് കൽപ്പിക്കുന്നത്? ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനമോ അവരുടെ സ്വന്തം കർത്തവ്യത്തിൽ നിന്ന് വ്യതിചരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ കർത്തവ്യം ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. അപ്പൊ എന്താണ് മാൻഡമസിന്റെ മീനിങ്? ഓർമ്മിച്ചിരുന്നാൽ മതി. നാം കൽപ്പിക്കുന്നു. എന്താണ് കൽപ്പിക്കുന്നത്? നീ നിന്റെ ഡ്യൂട്ടി ചെയ്താൽ മതി, വേറൊന്നും നീ നോക്കണ്ട എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് അല്ലെങ്കിൽ റിട്ടാണ് മാൻഡമസ്. സ്വന്തം കർത്തവ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥനെയോ ഏതെങ്കിലും സ്ഥാപനത്തെയോ എന്താണ് അറിയിക്കുന്ന റിട്ടാണ് മാൻഡമസ്. അടുത്തത് കോവാറന്റോ. കോവാറന്റോ എന്നാൽ അതിന്റെ മീനിങ് എന്തധികാരം. കോവാറന്റോ എന്താണ് അതിന്റെ മീനിങ്? എന്തധികാരം എന്ന് വെച്ചാൽ എന്താണ്? ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അയാളുടെ അർഹമല്ലാത്ത ഉദ്യോഗമാണ് അയാൾ വഹിക്കുന്നതെങ്കിൽ തനിക്ക് എന്ത് ഈ സ്ഥാനത്ത് കാര്യം എന്ന് ചോദിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് എന്ത്? കോവാറന്റോ. അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ വേക്കൻ്റ് ആക്കി വെക്കാനും കോടതിക്ക് അർഹതയുണ്ട്. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് എന്ത്? കോവാറന്റോ. എന്തധികാരം എന്നാണ് അത്. അപ്പൊ എന്തധികാരം? തനിക്കെന്ത് ഇവിടെ കാര്യം? അപ്പൊ എന്താണ്? അർഹമില്ലാത്തൊരു ഉദ്യോഗം ആരെങ്കിലും വഹിക്കുകയാണെങ്കിൽ ആ ഉദ്യോഗം വേണ്ട. ഇപ്പൊ ക്വാളിഫൈഡ് ഇപ്പം ചില ഡോക്ടർമാരൊക്കെ ഉണ്ട്. ആ ഡോക്ടർമാർ എന്താണ്? എവിടെന്നെങ്കിലുമൊക്കെ പോയി ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടുവരും. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ഒന്നും പോരാ ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട്, രോഗികളെ നോക്കാനുള്ളതാണല്ലേ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻസിൽ അയാൾ ക്വാളിഫൈഡ് അല്ല എങ്കിൽ താൻ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് കോടതി എന്ത് ചെയ്യും? ഒരു നോട്ടീസ് അയക്കും. ആ നോട്ടീസാണ് ഒരു റിട്ട്. ആ റിട്ടിന്റെ പേരാണ് കോവാറന്റോ. എന്തധികാരം? അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നെങ്കിൽ അയാൾ ആ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനോ അല്ലെങ്കിൽ അത് വേക്കൻസി ആക്കി ഇടാനോ കോടതിക്ക് അധികാരമുണ്ട്. ഈ റിട്ടാണ് കോവാറന്റോ. ഓക്കെ, ഈ മൂന്ന് ക്ലിയർ ആയല്ലോ. ഏതാണ്? ഹേബിയസ് കോർപ്പസ് വ്യക്തി സ്വാതന്ത്ര്യ സംരക്ഷണം ഉറപ്പാക്കുന്നതാണ്. അപ്പോൾ എന്താണ്? ശരീരം ഹാജരാക്കൂ എന്നാണ് അതിന്റെ അർത്ഥം. മാൻഡമസ് നാം കൽപ്പിക്കുന്നു. അടുത്തത് കോവാറന്റോ എന്തധികാരം. ഇനി രണ്ടെണ്ണം കോടതിയായിട്ട് റിലേറ്റ് ചെയ്തതാണ് സെർഷ്യോററിയും പിന്നെ പ്രൊഹിബിഷനും. സെർഷ്യോററി എന്ന് വെച്ചാൽ ഒരു ലാറ്റിൻ വേർഡ്. അതിന്റെ മീനിങ് പൂർണ്ണ വിവരം നൽകുക എന്നാണ്. ഇത് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ്. കീഴ്ക്കോടതിക്ക് ഏതെങ്കിലും ഒരു കേസ്, കീഴ്ക്കോടതി വാദിച്ചുകൊണ്ടിരിക്കുന്ന കേസ് മേൽക്കോടതിക്ക് കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് സെർഷ്യോററി. സെർഷ്യോററിയുടെ മീനിങ് എന്താണ്? പൂർണ്ണ വിവരം നൽകുക. കീഴ്ക്കോടതി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിനെ മേൽക്കോടതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് സെർഷ്യോററി. ക്ലിയർ ആയല്ലോ. അടുത്തത് പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും അതിന്റെ മീനിങ് അറിയാം. തടയുക അല്ലെങ്കിൽ വിലക്കുക. അതായത് അധികാര പരിധി ലംഘിച്ച് ഏതെങ്കിലും ഒരു കേസിൽ നിയമവിരുദ്ധമായ രീതിയിൽ ഒരു നടപടി നമ്മുടെ കീഴ്ക്കോടതി എടുക്കുകയാണെങ്കിൽ സുപ്രീം കോടതിക്ക് അതിൽ നേരിട്ട് ഇടപെടാനായിട്ട് പറ്റും. ഏത് റിട്ട് വഴി? പ്രൊഹിബിഷൻ റിട്ട് വഴി. അപ്പോൾ അധികാര പരിധി ലംഘിക്കുകയാണെങ്കിൽ അവിടെ കീഴ്ക്കോടതിക്ക് മേല് കൊടുക്കുന്ന റിട്ടാണ് ഏത്? പ്രൊഹിബിഷൻ. ഇത് നിയമവിരുദ്ധ നീതിരഹിത വിചാരണയെ തടയാൻ വേണ്ടിയിട്ടുള്ള സുപ്രീം കോടതിയുടെ അധികാരമാണ് പ്രൊഹിബിഷൻ റിട്ടിലൂടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രൊഹിബിഷൻ റിട്ടും ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? ഇപ്പൊ പറഞ്ഞത് പ്രൊഹിബിഷൻ റിട്ട് എന്താണ്? സുപ്രീം കോടതിക്കുള്ള അവകാശമാണ്. നീതിരഹിതവും നിയമവിരുദ്ധവുമായ വിചാരണയെ തടയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് അധികാര പരിധി ലംഘിച്ചൊരു വിചാരണ നടത്തുകയാണെങ്കിൽ കീഴ്ക്കോടതിയെ വിലക്കാനുള്ള സുപ്രീം കോടതിയുടെ കഴിവാണ് പ്രൊഹിബിഷൻ അല്ലെങ്കിൽ റിട്ടാണ് പ്രൊഹിബിഷൻ. അടുത്തത് സെർഷ്യോററി എന്നാൽ സുപ്രീം കോടതിക്ക് കീഴ്ക്കോടതി വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിനെ മേൽക്കോടതിയിലേക്ക് മാറ്റാൻ നൽകുന്ന റിട്ടാണ് എന്ത്? സെർഷ്യോററി. അടുത്തത് നമ്മുടെ ഏതായിരുന്നു? നാം കൽപ്പിക്കുന്നു. എന്താണ്? മാൻഡമസ്. പിന്നെ നമ്മൾ പറഞ്ഞത് നാം കൽപ്പിക്കുന്നു, മാൻഡമസ്. അടുത്തത് പിന്നെ ഏത് പറഞ്ഞു? നമ്മുടെ ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കൂ. പിന്നെ കോവാറന്റോ എന്തധികാരം. അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യുക? ഓർമ്മിച്ചിരിക്കുക, റീകളക്ട് ചെയ്യുക, എഴുതി വെക്കുക. മൗലിക അവകാശങ്ങൾ എന്നുള്ള പാർട്ടിൽ ഏറ്റവും
പ്രധാനപ്പെട്ടതും ഓൾമോസ്റ്റ് പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത് ഇത് എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ എവിടെയെങ്കിലുമൊക്കെ എക്സ്ട്രാ റീഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ എക്സ്ട്രാ റീഡ് ചെയ്ത് മോർ പോയിന്റ്സ് ആഡ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, കുറച്ച് സ്പേസ് വിട്ടേക്കണം ഓരോ നോട്ട് എഴുതിയതിന് ശേഷം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ആ നോട്ടും കൂടി എഴുതി വെച്ച് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.